തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ CPM-ന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കളം പിടിക്കുകയാണ് പാണക്കാട്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചുവെന്ന് പറയും പോലെ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോഴും CPM-ൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്കിന് ഒരു അറുതി ഉണ്ടാകുന്നില്ല. ശശിയും കുഞ്ഞികൃഷ്ണനും ഐഷ പോറ്റിയും ഒക്കെ CPM-നോട് ബായ് പറഞ്ഞ് കോൺഗ്രസ് കൈപിടിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ആ പാർട്ടി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയിലേക്ക് അടുക്കുകയാണ്. അവസാനമായി മുൻ MLA കൂടി CPM-നോട് ഗുഡ് ബൈ പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരിക്കൽ ഇടതുപാളയത്തിലേക്ക് കയറി വീണ്ടും ലീഗിലേക്കാണ് കാരാട്ട് റസാഖ് ചേക്കേറിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ മറുകണ്ഠം ചാടുന്നത് പതിവാണെങ്കിലും ഒരു മരത്തിന്മേൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് ചാടുന്ന കുരങ്ങന്മാരുടെ സ്വഭാവമാണ് ഇപ്പോൾ പല നേതാക്കളും എടുക്കുന്നത്. അത്തരത്തിൽ ഒരിക്കൽ ലീഗിനെ ചതിച്ച് പിന്നെയും ലീഗിലേക്ക് കയറുകയാണ് കാരാട്ട് റസാഖ്. നേരത്തെ ലീഗ് വിട്ട കാരാട്ട് റസാഖ് 2016-ൽ CPM പിന്തുണയോടെ ഇടത് സ്വതന്ത്രനായി നിയമസഭയിലേക്ക് വിജയിച്ചിരുന്നു. നിലവിൽ മദ്രസ ബോർഡ് ചെയർമാനാണ് കാരാട്ട് റസാഖ്. ഇടതുപക്ഷത്ത് ഏതാനും നാളുകളായി കടുത്ത അതൃപ്തിയിലായിരുന്നു കാരാട്ട് റസാഖ്. തുടർന്ന് ലീഗിലേക്ക് തിരിച്ചു പോകാനായി ചർച്ചകൾ നടത്തിവരികയായിരുന്നു. 2016 വരെ മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു കൊടുവള്ളി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന കാരാട്ട് റസാഖ് 2016-ൽ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇടതുപക്ഷത്തേക്ക് കൂറുമാറുന്നത്. തുടർന്ന് 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പിന്തുണയോടെ ഇടത് സ്വതന്ത്രനായി മത്സരിച്ചു. അന്ന് ലീഗിന്റെ സ്ഥാനാർത്ഥി MA റസാഖിനെ 571 വോട്ടുകൾക്കാണ് കാരാട്ട് റസാഖ് പരാജയപ്പെടുത്തിയത്. 2021-ൽ MK മുനീറിനോട് കാരാട്ട് റസാഖ് പരാജയപ്പെട്ടിരുന്നു. ഇടക്കാലത്ത് INL-ൽ പോകാനും ശ്രമം നടത്തിയിരുന്നു. അച്ചടക്കത്തിന് പേരുകേട്ട CPIM-ൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത് കൊഴിഞ്ഞുപോക്കിന്റെ വാർത്തകളാണ്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ ചവിട്ടുപടിയാണ്. CPIM എന്ന കേഡർ പാർട്ടി ഇപ്പോൾ ഒരു വ്യക്തിയിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പാർട്ടിയിൽ മുമ്പുണ്ടായിരുന്ന ആഭ്യന്തര ജനാധിപത്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തിരുത്തലുകൾ നിർദ്ദേശിക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ശൈലിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത്. പഴയ കാലത്തെ പോലെ ചർച്ചകളില്ല, കൂട്ടുത്തരവാദിത്തമില്ല. മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഉപദേശക വൃന്ദത്തിന്റെയും ധാർഷ്ട്യം കലർന്ന പെരുമാറ്റം മുതിർന്ന നേതാക്കളെ പോലും ശ്വാസം മുട്ടിക്കുകയാണ്. അണികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവാത്ത നേതൃത്വം പാർട്ടിയെ ജനങ്ങളിൽ നിന്നും പതുക്കെ ഒറ്റപ്പെടുത്തുകയാണ്. തിരുത്താൻ തയ്യാറാവാത്ത പ്രസ്ഥാനങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടും എന്നതാണ് സത്യം. ഈ കൊഴിഞ്ഞുപോക്ക് വെറും ഒരു തുടക്കം മാത്രമാണ്. അഹങ്കാരവും ധാർഷ്ട്യവും വെടിഞ്ഞ് അണികളെയും സഹപ്രവർത്തകരെയും കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുവപ്പുകോട്ട തകരാൻ അധികം സമയം വേണ്ടിവരില്ല.